ഹലോ ഫാമിലി. അപ്പം ഞാനിന്ന് വീട്ടിൽ തന്നെ കേട്ടോ, പുറത്തിറങ്ങിയിട്ടില്ലേ. ഗംഭീര മഴയാണ് പുറത്ത്. ഇന്നലെ തുടങ്ങിയിട്ടുള്ള മഴയാണ്. എന്താ പറയുക, നിന്നിട്ടേ ഇല്ലേ. രാത്രിയൊക്കെ ഒരുമാതിരി മഴ പെയ്തായിരുന്നു. ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ ഒക്കെ വെള്ളം അടിച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ തന്നെയാണ്. നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുക്കിംഗ് പരിപാടിയുടെ എന്താ പറയുക, കുക്കിംഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതെൻ്റെ അടുക്കളേൻ്റെ വിൻഡോ ആകാം കേട്ടോ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ചെടികളൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതെൻ്റെ മണി പ്ലാന്റ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഞാൻ വീട്ടിലും കുറേ ഇങ്ങനെ നട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. മതിലിൻ്റെ മുകളിലൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. ഇത് ബ്രഹ്മിയാണ് കേട്ടോ. അപ്പം മോൾക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് ഒരു തണ്ടും കൂടെ കുറച്ച് പറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയതാണ്. പക്ഷെ അത് ചീഞ്ഞു പോയി. ഇത് എൻ്റെ വേപ്പ്, ഇത് എൻ്റെ പിന്നെ മണി പ്ലാന്റ്. ടെറസിൻ്റെ മുകളിൽ ഫുള്ള് വെള്ളമാവും കേട്ടോ. നല്ല മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളമാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഉള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതിൽ നിറയെ സബോളകളും വെളുത്തുള്ളികളുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ പച്ചമുളക്, ക്യാരറ്റ്, അങ്ങനത്തെ ഐറ്റംസ്, പുതിന, മല്ലിയുടെ ഇല, അങ്ങനത്തെ ഐറ്റംസ്, ഇഞ്ചി, ഇതൊക്കെ ഒന്ന് എന്താ പറയുക അരിഞ്ഞ് സെറ്റാക്കി വെക്കട്ടോ. അപ്പോൾ ഒരാൾ ഇവിടുന്ന് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുറച്ച് നേരമായി പോയിട്ട്. ആളെത്തണതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി മുരിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണത്. അപ്പോൾ അതിൽ അങ്ങനെയാണ് ഉണ്ടാക്കണേ വെച്ചാൽ എനിക്ക് മറ്റിച്ച് ഉണ്ടാക്കണേക്കെ എനിക്കിഷ്ടം അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. നമ്മുടെ കോഴിക്കോട് തലശ്ശേരി അല്ല, കോഴിക്കോട് ബിരിയാണി, തലശ്ശേരി ബിരിയാണി, അങ്ങനത്തെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ടേസ്റ്റാണ്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ നമുക്കൊരു സാധനം കണ്ടു തരട്ടാ. ഇത് നോക്കിയേ, ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യണതാണ്. മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന 109 രൂപയുടെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഉള്ള സൗണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ. നോക്കിയാൽ ഇതിൽ ജസ്റ്റ് ലിക്വിഡ് ഒഴിച്ച് വെക്കാൻ പറ്റും. നമുക്ക് മറ്റേ വിമ്മിൻ്റെ ഒക്കെ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഇതാക്കണ പോലെ ആക്കിയെടുക്കാം. കുറേ നമുക്ക് വേസ്റ്റ് ആയി പോകില്ല കേട്ടോ. ഈ സൈഡിൽ ഇവിടെ തന്നെ നമുക്ക് അതിങ്ങനെ ഉരയ്ക്കണ എന്താ പറയുക സ്പോഞ്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനം. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ വേറെ റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണിക്കുള്ള അരിയുടെ സാധനങ്ങൾ ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയിട്ട് മൂടി വെച്ചു. ജീരകശാലയുടെ അരിയായിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 4 ഗ്ലാസ് വെള്ളം നല്ല രീതിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിരുന്നപ്പോൾ ഞാൻ വേഗം അത് ക്ലീൻ ചെയ്യുന്നത് കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ ഉള്ളി മുരിക്കാം കേട്ടോ. അപ്പം നല്ല സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഉള്ളി ഇട്ടിട്ട് സവോള ഇട്ടിട്ട് അതിങ്ങനെ മുരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും അപ്പുറത്ത് റൈസ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് മാറ്റി വെച്ചു. ഞാനേ അങ്ങനെ കുക്കിങ്ങിലൊന്നും അത്ര വലിയ എക്സ്പേർട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പം മോളൊക്കെ ആയപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓരോന്നും ട്രൈ ചെയ്ത് കൊടുക്കും. അവളാണെങ്കിൽ ഈ ഫോണിലൊക്കെ കാണുന്ന സാധനങ്ങൾ പറയുകയും ചെയ്യും. അതമ്മ ഇത് വേണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുകയും ചെയ്യും. പിന്നെ ഈ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഫസ്റ്റ് ഈ 7th 8th പഠിക്കുന്ന ടൈമിലാണ് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ മലയ്ക്ക് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ മെൻസസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മ മാറിയിരിക്കുന്ന സമയത്താണ് ഞാനും ചേട്ടനും അനിയനൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് പാളി പോയിട്ട് അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കാമെന്ന് കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഉണ്ടാക്കി. അവൻ കുളിക്കാനും കണ്ടൊക്കെ പോയ നേരത്തെ ഞാൻ കയറി ഉണ്ടാക്കി. അതിൽ ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ചെമ്പ് ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ അതിന് കുറേ ചീത്ത ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നായിരുന്നു അവനാണ്. അപ്പോൾ അവൻ ഷെഫായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അവനൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തും പഠിച്ചിരുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞാൻ ഹോസ്റ്റലായാലും അല്ലെങ്കിൽ നമ്മളൊരു PG പോലത്തേതായാലും നമ്മൾ ഫുഡ് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ അതൊരു ശീലമായിട്ട് വന്നിട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോ റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ചിക്കൻ്റെ മസാല ഏകദേശം സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇതിൽ ഞാൻ ദമ്മിടുന്നില്ല കേട്ടോ. ദമ്മാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശന്നിട്ട് വയറൊരു മാതിരി അവസ്ഥയായിരുന്നു എനിക്കും അവനും അതെ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വേഗം റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൂടെ നമ്മൾ ഡെക്കറേഷൻ മൂഡ് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട്
ഇങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം പാളിപ്പോയിട്ട് അത് സൈഡിൽ നിന്ന് രണ്ടും പൊട്ടണ പാത്രങ്ങളായ കാരണം കൊണ്ട് പൊട്ടിപ്പോകുമെന്ന് പേടിച്ച് ഞാൻ പതുക്കിയതാക്കിയത്. പക്ഷെ അതിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന അങ്ങനെ. പിന്നെ ഞാൻ ഇപ്പം എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് ട്രൈ ചെയ്യണത് മോളാവട്ടെ. മുന്നേ ഞാൻ എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് കൊടുക്കുക ലാലുണ്ടായിരുന്നു. ഇപ്പം മോളാണ് കേട്ടോ ഒക്കെ നോക്കണം. അപ്പോൾ അവൾക്ക് ബിരിയാണി, ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കും ഇടയ്ക്ക് ബിരിയാണിൻ്റെ കിട്ടിയ ചിക്കൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അവൾക്കാണ് കേട്ടോ ഫസ്റ്റ് കൊടുത്തത്. അപ്പോൾ അവൾ ആദ്യം കഴിച്ച് നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും പറയും സൂപ്പറായിട്ടുണ്ട്, അതുപോലെ യമ്മി ഇങ്ങനത്തെ വേർഡ്സൊക്കെ മറ്റേ യൂട്യൂബിലെ റീൽസൊക്കെ കണ്ടിട്ട് ഓരോ വേർഡ്സ് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സന്തോഷം സാധനം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫിനിഷ്ഡ് പറഞ്ഞപ്പോൾ നമുക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവൾ അങ്ങനത്തെ വേർഡ്സും സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊന്നും. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിശയം ഇവള് ചില കുഞ്ഞു കുഞ്ഞു വേർഡ്സും സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വയ്ക്കില്ല അങ്ങനെ. അപ്പോൾ സാധാരണ പറയാറുണ്ട് കേട്ടോ, എന്ത് കൊടുത്താലും പറയും യമ്മി എന്ന് പറയും. ഇതെന്താ നദിമോളെ? എങ്ങനുണ്ട്? എങ്ങനുണ്ട്? എങ്ങനുണ്ട്?